ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ലൊരു നാടൻ പുളിങ്കറിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ ഇതിൽ പരിപ്പ് വേവിച്ച് ചേർക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പരിപ്പ് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്കും പരിപ്പ് ഇഷ്ടമുള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു പുളിങ്കറിയാണ്. അപ്പോൾ ഈ ഒരു പുളിങ്കറിയുടെ കൂടെ കുറച്ചൊരു മോരൊക്കെ ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാം. ഒരു തക്കാളി, നല്ല പഴുത്തൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ച വഴുതനങ്ങ നീളത്തിലുള്ളത്, അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അതായത് ഒരു പിടി വഴുതനങ്ങ മാത്രം മതി കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഉണ്ട വഴുതനങ്ങ, വയലറ്റ് വഴുതനങ്ങ എടുക്കണമെന്ന് വെച്ചാൽ ഒരു വഴുതനങ്ങ മതിയാവും. അതൊന്ന് നുറുക്കിയിട്ട് വെള്ളത്തിൽ ഇട്ടതിൻ്റെ ശേഷം കറ കളഞ്ഞിട്ട് എടുക്കുക. പിന്നെ ഒരു കുമ്പളങ്ങ കഷ്ണമാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ക്യാരറ്റൊന്നും അധികം എടുക്കണ്ട, ചെറിയൊരു കഷ്ണം, ഒരു 6-7 കഷ്ണം മാത്രം എടുത്താൽ മതി, ചെറുത്. ഇനി നിങ്ങൾക്ക് ഈ കുമ്പളങ്ങയ്ക്ക് പകരം മത്തങ്ങ ഉണ്ടെങ്കിൽ മത്തങ്ങ വെച്ചിട്ടും നല്ല ടേസ്റ്റാണത്. അല്ലെങ്കിൽ ഈ കുമ്പളങ്ങയുടെ കൂടെ തന്നെ 2-3 മത്തങ്ങയുടെ പീസ് കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കറി തന്നെ നമുക്ക് 1-2 വെജിറ്റബിൾ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ തക്കാളി എന്തായാലും വേണം. ബാക്കിയുള്ള വെജിറ്റബിൾസ് 2-3 വെജിറ്റബിൾസ് വെച്ചിട്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്കിതിൽ വെണ്ടയ്ക്ക വേണമെങ്കിൽ അത് ചേർക്കാം, അതുപോലെ തന്നെ കായ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ബീൻസ് വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഒരു കടായിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും കറിക്ക്. ഞാൻ അതിന് മുന്നേ സാമ്പാറിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് ഒന്നും ഇങ്ങനെ കുഴഞ്ഞു പോവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ അത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർക്കുക. പിന്നെ വേണ്ടത് പുളിവെള്ളമാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ നെല്ലിക്ക കുതിർത്തി വെച്ച വെള്ളമാണിത്. ആ വെള്ളം കൂടി ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കണം. ഇത് പുളിവെള്ളത്തിൽ വേവിക്കുമ്പോൾ നല്ലൊരു രുചിയാണത്. ഞാനിപ്പോൾ ഇതിന് മുന്നേ സാമ്പാർ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്. അതുണ്ടാക്കിയിട്ടൊക്കെ ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്തായിരുന്നു. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കഷ്ണം വെന്തതിൻ്റെ ശേഷം പിന്നീട് പുളി ഒഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് പിന്നീട് പുളി ചേർത്താലും മതി. ഞാനിപ്പോൾ ഇത് പുളിവെള്ളത്തിലാണ് വേവിക്കുന്നത്. കുറേ സമയമൊന്നും എടുക്കില്ല. നിങ്ങൾക്ക് പുളിവെള്ളം ആകുമ്പോൾ വേവാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയൊന്നുമില്ല. വേവാൻ ബുദ്ധിമുട്ടുള്ള കഷ്ണങ്ങളൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക. കഷ്ണം വെന്ത് വരുന്ന സമയം കൊണ്ട് അരപ്പൊക്കെ റെഡിയാക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഇതിൻ്റെ ഒരു അരപ്പ്. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കടായിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 2 ഗ്രാം, അതായത് ഒരു 1/4 ടീസ്പൂൺ കായമാണ് ചേർത്തിരിക്കുന്നത്. കായം ഒന്ന് വറുത്തെടുക്കാം. കായം ഒന്ന് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് ചേർക്കാം. തുവരപ്പരിപ്പാണ് ചേർക്കേണ്ടത്, കടലപ്പരിപ്പല്ല കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് അതും കൂടി ഒന്ന് മൂത്ത് വരണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉണക്കമുളക്, ഒരു 2-3 എരിവുള്ള മുളകും ഒരു 2-3 കാശ്മീരി മുളകുമാണ് ചേർത്തിരിക്കുന്നത്. അത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം, പക്ഷേ അത് അവസാനം മാത്രമേ ചേർക്കാവൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ്. 1/4 കപ്പ് നിറച്ചും വേണ്ട കേട്ടോ. അങ്ങനെ ഏതാണ്ട് ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് തേങ്ങ ചേർത്താൽ മതി. തേങ്ങ ഇതിൽ അധികം ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ തേങ്ങ വളരെ കുറച്ച് മാത്രം ചേർക്കുക. ഈ തേങ്ങ ചേർത്തിട്ട് കുറേ നേരം വറക്കൊന്നും വേണ്ട. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതേപോലെ ഇപ്പോൾ നിങ്ങൾ ഉണക്കമുളക് ചേർക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ മുളക് പൊടി ചേർത്താൽ മതി. അതുപോലെ തന്നെ ഈ സമയത്ത് കട്ടിക്കായം ഇല്ല നിങ്ങളുടെ കയ്യിലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്താലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കുക. നമ്മൾ ഈ തുവരപ്പരിപ്പ് ചേർക്കുന്നത് ഇതിന് നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും, നല്ല കൊഴുപ്പും കിട്ടും ഈ കറിക്ക്. നമ്മൾ പരിപ്പ് വേറെ വേവിച്ച് ചേർക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതിനി വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാം. ഞാൻ ഈ നാളികേരം ചേർക്കുന്നതിനോട് കൂടിയിട്ട് ഒരു ലേശം കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ആ കറിവേപ്പിലയും നാളികേര പൊടികളും ഒരു 2-3 മിനിറ്റ് ഒന്ന് വറുത്താൽ മാത്രം മതി. നാളികേരം ഇങ്ങനെ മൂപ്പിച്ച് ബ്രൗൺ കളറൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ആ മല്ലിപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറിയാൽ മാത്രം മതി കേട്ടോ. ഇനി ഇത് തണുത്തതിൻ്റെ ശേഷം അരച്ചെടുക്കാം.
അപ്പോൾ ഇതാ മസാല റെഡിയാവുന്ന സമയം കൊണ്ട് കഷ്ണമൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്, വെന്തുടഞ്ഞു പോകണ്ട. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ ചേർക്കേണ്ടവർക്ക് ഈ കഷ്ണം വേവിക്കുമ്പോൾ അത് ചേർക്കാം. സവാളയാണെങ്കിൽ ഒരു സവാളയുടെ പകുതിയൊക്കെ ചേർക്കാവൂ. അത് ചേർത്തിട്ട് കഷ്ണം വേവിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഈ അരപ്പ് ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ വേണമെങ്കിൽ വീണ്ടും ചേർക്കാം. നന്നായി തിള വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം ശർക്കരയാണ് ചേർക്കുന്നത്. ആ പുളിയൊക്കെ ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം ശർക്കരയാണ് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു ലേശം കറിവേപ്പില കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാം. ഇനി കടായി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1-2 സ്പൂൺ വെളിച്ചെണ്ണ ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകാണ് ചേർത്തിരിക്കുന്നത്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 മണി ഉലുവ ചേർക്കുക. നമ്മൾ ഉലുവ അരച്ച് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ലേശം ചേർത്താൽ മതി കേട്ടോ. ഒരു 1/8 സ്പൂൺ ചേർത്താൽ മതിയാവും. ഇതിങ്ങനെ പുറത്തേക്ക് പൊട്ടിത്തെറിക്കാതിരിക്കാൻ ഇത് വേണമെങ്കിൽ ഒന്ന് അടച്ചു വയ്ക്കാം. പിന്നെ ഇതിലേക്ക് 2-3 ഉണക്കമുളക് ചേർക്കുക. ഒരു പിടി കറിവേപ്പില കൂടി ചേർക്കുക. ഇത്രേ വേണ്ടൂ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറിവേപ്പില ചേർക്കുക കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ നഷ്ടപ്പെടും, കരിഞ്ഞു പോവും. അപ്പോൾ ഇത് കറിയിലേക്ക് ഒഴിക്കുക. കുറച്ച് കറി എടുത്തിട്ട് ആ കടായിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചതിൻ്റെ ശേഷം യൂസ് ചെയ്യാം. ഇത് കുറച്ച് നേരം ഇരുന്നാൽ നല്ല അങ്ങനെ ആവശ്യത്തിനുള്ള കൊഴുപ്പോട് കൂടിയിട്ടുള്ള കറിയാവും. പരിപ്പ് ചേർത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇത് കൊഴുപ്പുണ്ടാവില്ല എന്നും വിചാരിക്കരുത്. നല്ല ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള കറിയാണ്. ഇങ്ങനെ കുറച്ച് ഇരിക്കുമ്പോഴേക്കും ഈ ഒരു പരുവത്തിലാവും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെള്ളമൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അനുസരിച്ച് ചൂടുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പം നമുക്ക് വേറെ ഈ റെസിപ്പി വീണ്ടും താങ്ക് യു.